അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് സിമ്പിളായിട്ടൊരു നമ്മളൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കുറച്ച് വേറെ വേറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലല്ല, വേറെ ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത അപ്പം തന്നെ നമ്മളത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കറുത്ത് പോവും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു കഷ്ണത്തിൽ നമുക്ക് ഒരു 6 പീസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ആൾക്കൊക്കെ അനുസരിച്ച് അധികം വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഫുള്ള് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടൊക്കെ ഒരേ ലെവൽക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം, അതിനൊരു കണക്കൊന്നുമില്ല. കാരണം വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഇത് എണ്ണ ചൂടാക്കി നമുക്കൊരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അധികം ആവണ്ട, ചെറുതായിട്ടൊരു ബ്രൗൺ നിറം. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ആയി കിട്ടും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കൂട്ട വെള്ളം ഉണ്ടാവുമ്പോൾ ഫുള്ള് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെറിയ ജീരകവും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ നായി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് തവി വെച്ചിട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ തവിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 3 മിനിറ്റോളം ചില പാനിൽ എത്ര വേവ് അനുസരിച്ചൊക്കെ നമുക്ക് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് പാനിൽ നിന്നായിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇതാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. കാരണം ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടില്ലേ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ ഉപ്പ് ഉള്ളിലേക്ക് പിടിക്കില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ 4 മിനിറ്റോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 4 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതീയിൽ തന്നെ വെക്കണം, തീയൊന്നും കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോവും, ഉള്ളു വേവും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതാണ് കേട്ടോ കാണുന്നത്. ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. കൊണ്ടപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയൊക്കെ കണ്ടോ ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് തുറന്ന് റെഡിക്കൊന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗരം മസാല ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാല ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കയ്യിലില്ലെങ്കിൽ മാത്രം നമുക്ക് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ. കാരണം ഇതിൽ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ മുളകൊക്കെ. അപ്പോൾ ഞാൻ കാശ്മീരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം ചെറിയ എരിവുള്ള ഒരു കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം, എന്നാലേ ഇത് ഫുള്ളായിട്ട് ആവുള്ളൂ കേട്ടോ. അതൊക്കെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ 2 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ട നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനാഗിരി ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വിനാഗിരി അത്രയും മതി കേട്ടോ. നമുക്കിതിലേക്ക് അധികമൊന്നും വേണ്ട. അപ്പോൾ ജീരകമൊക്കെ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമാണ്, ചെറിയൊരു പുളിക്കും വേണ്ടിയിട്ട് കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും തന്നെ അത് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വിനാഗിരിയും കായപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നാരങ്ങ നീര് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.
പിന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ആയാൽ തന്നെ നമുക്ക് തീയാണ്ട് ഓഫാക്കി ഇടാം. ഇതൊന്നും പിന്നെ വലിയ നമുക്ക് തീയിൽ ഇതാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കാം. തീ വേണ്ട, അല്ലാതെ തന്നെ നമുക്കത് മൂടി വെക്കാം. കറിവേപ്പിലൊക്കെ അതിൽ കിടന്നിട്ട് ഒന്ന് റെഡി ആയിക്കോളട്ടെ, കായവും ഒക്കെ ഒന്ന് റെഡി ആയി കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടോ നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ അപ്പം തന്നെ ഓഫാക്കി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിനൊക്കെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടാവും. പിന്നെ എരിവും അങ്ങനെ കാര്യങ്ങളൊന്നും വല്ലാണ്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനൊക്കെ. ഇതിപ്പം ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, ദോശൻ്റെ കൂടെ കഴിക്കാം. വേറെ ചോറിൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാത്തിൻ്റെ കൂടെയും കൂടെ ഇത് ചേരും ചെയ്യും. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.